നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യം മുതൽ അവസാനം വരെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. സൂപ്പർ സീനിയർ സിറ്റിസന്മാരായ വന്ധ്യവയോധികരെ വീട്ടിൽ ചെന്ന് ആദരിച്ചു. പാലക്കാട് എലപ്പുള്ളി NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ 90 വയസ്സ് കഴിഞ്ഞ സൂപ്പർ സീനിയർ സിറ്റിസന്മാരായ വന്ധ്യവയോധികരെ അവരുടെ വീടുകളിൽ ചെന്ന് പൊന്നാട അണിയിച്ചും മൊമെന്റ് നൽകിയും ആദരിച്ചു. കുശലാന്വേഷണങ്ങളും അവരുടെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചും അവരുടെ അനുഗ്രഹങ്ങൾ വാങ്ങിയുമാണ് സംഘാടകർ ഓരോ വീടുകളിൽ നിന്നും അടുത്ത വീടുകളിലേക്ക് മടങ്ങിയത്. മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഈ ചടങ്ങിൽ പങ്കെടുത്ത് സന്തോഷം പങ്കുവച്ചു. മുത്തച്ഛന്മാരും മുത്തശ്ശിമാരും അവർക്ക് പകർന്നു നൽകിയ പഴങ്കഥകൾ അവർ എടുത്തു പറഞ്ഞു. എല്ലാ വീടുകളിൽ നിന്നും നല്ല പ്രതികരണമായിരുന്നു ഉണ്ടായത്. IREയിൽ ജോലി ചെയ്തിരുന്ന PN രാജീവാക്ഷ മേനോൻ, PN കമലാദേവി, കാമാക്ഷിക്കുട്ടിയമ്മ അമ്പലപ്പറമ്പിൽ, നാരായണിക്കുട്ടിയമ്മ ഗായത്രി വീട്, റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥ മേജർ ജനറൽ മിസ് രാജമ്മാൾ മന്നത്ത് മഹിമ, റിട്ടയർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥനും എലപ്പള്ളി കോപ്പറേറ്റീവ് ബാങ്ക് കാഷ്യറുമായിരുന്ന സുന്ദരേശ മേനോൻ, കാരാട്ട് ശ്രീവത്സം, ലീല അമ്മ, ലീല വിലാസ് എന്നിവരെയാണ് ആദരിച്ചത്. കരയോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശേഖരൻകുട്ടി, സെക്രട്ടറി രഘുരാമൻ, വൈസ് പ്രസിഡന്റ് കേശവദാസ്, ജോയിന്റ് സെക്രട്ടറി ശ്രീനിവാസൻ, ഗോപാലകൃഷ്ണൻ, ട്രഷറർ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും മഹിളാ സമാജം അംഗങ്ങളും ആദരിക്കൽ ചടങ്ങിന് നേതൃത്വം നൽകി. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, വളരെ പേരും പെരുമയുള്ള നായർ സമുദായാംഗങ്ങൾ അധിവസിക്കുന്ന ഒരു സ്ഥലമാണ് എലപ്പുള്ളി നായർത്തറ. ഇവിടെ NSS കരയോഗം ആദ്യകാലം തന്നെ തുടങ്ങുവാൻ മന്നത്ത് പത്മനാഭൻ കാൽനടയായി വന്ന് തന്നെ തുടങ്ങിയ അപൂർവം കരയോഗങ്ങളൊന്നാണ് എലപ്പുള്ളി കരയോഗം. പക്ഷേ തുടർ പ്രവർത്തനം പഴയ 1943 എന്ന നമ്പർ നമ്മൾക്ക് ലഭിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ തുടർ പ്രവർത്തനങ്ങൾ എന്തുകൊണ്ടോ നടത്തുവാൻ സാധിച്ചില്ല. പക്ഷേ പിന്നീട് ഞങ്ങൾ ആലോചിച്ചതിൽ NSS ഇവിടെ ബെനിഫിറ്റുകൾ അതുകൊണ്ട് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. തൊഴിൽപരമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും സ്കോളർഷിപ്പ് പരമായിട്ടും. അത് കാരണം ഒരു യൂണിറ്റ് നമ്മൾ തുടങ്ങുവാൻ പുനർ തുടങ്ങുവാനായിട്ട് തീരുമാനിച്ചതിന് പ്രകാരം NSSൻ്റെ ഒരു പുതിയ യൂണിറ്റ് നമ്മൾ പഴയ നമ്പർ വെച്ച് തന്നെ അവർ അനുവദിച്ചു തരികയും അപ്രകാരം തുടങ്ങുകയും ചെയ്തു. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് നമ്മൾ ചെയ്യുന്നത് 90 വയസ്സ് കഴിഞ്ഞ സൂപ്പർ സീനിയറായിട്ടുള്ള വന്ധ്യവയോധികരെ ആദരിക്കുക എന്നൊരു ചടങ്ങാണ്. അതിൽ നമ്മൾ ഇന്ന് 7 പേരെയാണ് ആദരിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൽ 2 പുരുഷന്മാരും 5 സ്ത്രീകളുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതിൽ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ പുതിയൊരു നൂറ്റാണ്ടിൻ്റെ തുടക്കം കുറിക്കുകയാണ് ഈ ചിങ്ങം 1-ന്. അപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഭൂരിഭാഗം ജീവിച്ച അവരെ ആദരിക്കുമെന്ന് നമുക്ക് വളരെ അഭിമാനാർഹമായൊരു കാര്യമായിട്ട് നമ്മൾ കരുതുന്നു NSS. അത് കാരണമാണ് നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതിൽ ആദ്യമായി നമ്മൾ ആദരിക്കുന്നത് ശ്രീ രാജീവാക്ഷ മേനോൻ, നാപ്പൻ വീട്. അദ്ദേഹം ദേശം പ്രസിഡൻറ്റും ദേശം കാരണവർസ്ഥാനം അലങ്കരിക്കുന്ന ആളുമാണ്. അദ്ദേഹത്തെയാണ് നമ്മൾ ആദ്യമായിട്ട് ആദരിക്കുന്നത്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ആദരിക്കുന്നത് കമലാദേവി അമ്മ, ശ്രീമതി കമലാദേവി അമ്മ, നാപ്പൻ വീട് തന്നെയാണ് അവരും. മൂന്നാമതായി നമ്മൾ ആദരിക്കുന്നത് ശ്രീമതി കാമാക്ഷിക്കുട്ടിയമ്മ, അമ്പലപ്പറമ്പിൽ വീട്. പിന്നീട് നമ്മൾ ആദരിക്കുന്നത് നാരായണിക്കുട്ടിയമ്മ, ഗായത്രി വീട്. അതിനുശേഷം നമ്മൾ ആദരിക്കുന്നത് മേജർ ജനറൽ രാജമ്മാൾ. അവർ ആർമി സർവീസിൽ മേജർ ജനറലായിട്ട് റിട്ടയർ ചെയ്യാൻ പറ്റിയ അപൂർവം വനിതകളിൽ ഒരാളാണ്. അവർക്ക് അതിവിശിഷ്ട സേവാ മെഡൽ നൽകി രാഷ്ട്രം ആദരിച്ചിട്ടുണ്ട്. മുൻപത്തെ പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗാണ് അവർക്ക് നേരിട്ട് ഈ ആദരം നൽകി ആദരിച്ചിട്ടുള്ളത്. അവർക്ക് 98 വയസ്സ് പ്രായമായി. അവരാണ് ഈ സീനിയർ ആൾക്കാരിൽ ഏറ്റവും സീനിയർ മോസ്റ്റ് ആൾ. പിന്നെ നമ്മൾ ആദരിക്കുന്നത് സുന്ദരേശ മേനോൻ, കാരാട്ട്. അദ്ദേഹം എക്സ് സർവീസ്മെൻ ആയിരുന്നു. പിന്നീട് ദീർഘകാലം
എലപ്പള്ളി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൽ കാഷ്യറായിട്ട് വർക്ക് ചെയ്തിരുന്നു. അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നു. പിന്നീട് ഏറ്റവും അവസാനമായി നമ്മൾ ആദരിക്കുന്ന എലപ്പള്ളി കിഴക്കേത്തറയിൽ താമസിക്കുന്ന ലീല വിലാസിലെ ലീലാമ്മ അവരുകളെയാണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഷെഡ്യൂൾ പ്രോഗ്രാം. ആ പരിപാടിയാണ് ഇന്ന് ഞങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ പരിപാടിയിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ആദരിക്കുന്നത് ശ്രീ രാജീവാക്ഷമേനൻ. അദ്ദേഹം എലപ്പുള്ളി നാപ്പൻ വീട്ടിലെ കാരണവരാണ്, എലപ്പുള്ളി തറയിലെ കാരണവരാണ്, എലപ്പുള്ളി എലപ്പുള്ളി നായർത്തറ ദേശത്തിൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹം ഇന്ത്യൻ റയറക്സിൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്ത വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം എലപ്പുള്ളി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡയറക്ടറായിരുന്നു. ഇപ്പോഴും എലപ്പുള്ളി ദേശത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് അദ്ദേഹം നമുക്കെല്ലാം സേവനം അനുഷ്ഠിച്ചു വരുന്നുണ്ട്. വളരെ ദീർഘകാലമായിട്ട് അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും കാരണവരാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനെ ആദരിക്കുന്നതിൽ ഞങ്ങൾക്കെല്ലാവർക്കും NSSൻ്റെ നേതൃത്വത്തിൽ ആദരിക്കുന്നതിൽ വളരെ വലിയ സന്തോഷമാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്കെല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇനിയും തുടർന്നും ആ അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇന്നത്തെ ആദ്യത്തെ ആദരിക്കൽ ചടങ്ങ് അദ്ദേഹത്തിനെ തന്നെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. സന്തോഷം. എലപ്പുള്ളി ദേശത്തിൻ്റെ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമല്ല, എലപ്പുള്ളിയിലെ എൻ്റെ അച്ഛൻ, മുത്തച്ഛൻ, ആ മാതിരിയുള്ള സെറ്റപ്പ് മുഴുവനും എലപ്പുള്ളിയിൽ തന്നെയാണ്. ഞങ്ങൾ അച്ഛൻ്റെ മക്കളായിട്ട് 9 ആളായിരുന്നു. 9 ആളിൽ 7 ആളും ഇപ്പോൾ മരിച്ചുപോയി. 2 ലേഡീസും 7 പുരുഷന്മാരുമായിരുന്നു. അച്ഛൻ മാണിക്കത്ത് തറവാട്ടിലെ വലിയൊരു, അതായത് അച്ഛൻ്റെ അനുഗ്രഹം, അച്ഛനാണ് ഇന്ന് എലപ്പുള്ളി ദേശത്തിലേക്ക് ഒരു എഡ്യൂക്കേഷനുള്ളത് ആദ്യമായി അച്ഛൻ്റെ എഫർട്ട് കൊണ്ട് ഉണ്ടായതാണ്. അത് പഞ്ചായത്ത് മാനുവൽ കൂടി ചേർത്തിട്ടുണ്ട്. കാരണം അന്ന് SSLC ഇവിടെ ഇല്ല, ഇതൊക്കെ തൃശ്ശൂർ പോയി പഠിക്കണം. എൻ്റെ അച്ഛൻ്റെ ശ്രമം കൊണ്ടാണ് ഇവിടെ എലപ്പുള്ളിയിൽ ഈ എഡ്യൂക്കേഷൻ വന്നത്. അത് ഒരു ശ്ലാഘനീയമായിട്ടുള്ള കാര്യമാണ്. അച്ഛനെ മറന്ന് നമുക്ക് യാതൊരു കാര്യമില്ല. അതേമാതിരി തന്നെ അമ്മ മാണിക്കത്ത് നാപ്പം വീട്ടിലാണ്. അച്ഛൻ അമ്മനെ അടുത്ത് എന്ന് പറഞ്ഞാൽ ആര് പോയാലും ചാപ്പാടും എല്ലാം കൊടുക്കുന്ന അങ്ങനെ ഒരാളുടെ മകനാണ് ഞാനൊരു ഇവിടെ 1951 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അണ്ടർടേക്കിംഗ്, അതായത് ആറ്റോമിക്കത്തിൻ്റെ കീഴിലുള്ള ഇതിൽ ഒരു ക്ലാർക്കായി ചേർന്നു. അതിനുശേഷം ഞാൻ ആ ദൈവസഹായം കൊണ്ടോ അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം കൊണ്ടോ ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനായി മാറി. താഴത്തെ തട്ടിലും മുകളിലുള്ളവർക്കും എന്നെ വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഞാൻ. ഇന്നും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ആളുകൾ എന്നെ അന്വേഷിച്ചിട്ട് വരികയാണ്. 36 കൊല്ലം ഞാൻ റിട്ടയർ ചെയ്തിട്ട് ഇന്നും വന്ന് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ അതേമാതിരി ദേശക്കാർക്കും തന്നെ എന്നെ കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ റിട്ടയർ ചെയ്ത് വന്നതിന് ശേഷം കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ഡയറക്ടറായിട്ട് 10 കൊല്ലമായിരുന്നു. ഈ 10 കൊല്ലം എലപ്പുള്ളിക്കാർക്ക് പലരും എന്നെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ദേശത്തിലേക്കും കൊണ്ട് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം എൻ്റെ മണിക്കല്ല, ആ ഈശ്വരൻ്റെ ഇതുകൊണ്ടും
എലപ്പുള്ളിയിലെ സകല ആളുകൾക്കും തൃപ്തികരമായി ജീവിക്കാനായിട്ടുള്ള ഒരു കഴിവ് ഉണ്ടായതിന് ആ ജഗദീശ്വരനോട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. നിങ്ങൾ അഭ്യുദയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. എലപ്പുള്ളി പടിഞ്ഞാറെ നാപ്പംപെട്ടിൽ കമലാദേവി അമ്മയുടെ മകനാണ്. കമലാദേവി അമ്മയാണ് ഒരു അസുഖം കാരണം ഇങ്ങനെ ഇരിക്കുകയാണ്, കാലിൻ്റെതായ കാരണം. അമ്മയ്ക്ക് എത്ര വയസ്സായി? അമ്മയ്ക്ക് 93 വയസ്സായി. 93 വയസ്സായി. മുമ്പ് എവിടെയെങ്കിലും വർക്ക് ചെയ്യുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ല, ഹൗസ് വൈഫായി. ഹൗസ് വൈഫായി. അത് കേട്ടില്ല, ഒന്നും പോയി. എലപ്പുള്ളി സുഭാഷ് എന്താണ് നോക്കണേ? അമ്മ ഇവരൊക്കെ ഫോട്ടോ എടുക്കാൻ വന്നാണ്. നോക്കൂ, ഫോട്ടോ എടുക്കണ്ടേ? അമ്മ സുഭാഷിനെ അറിയില്ലേ? സുഭാഷിനെ മല്ലികറിയില്ലേ? ദീപെ കണ്ടുവോ? പറയൂ, കണ്ടുവോ? ദാമോദരൻ നല്ല പുള്ളിത്തെ ആൾക്കാരാണ്. ആ നോക്കൂ, കണ്ടോ? ഇവരെ അറിയോ അമ്മയ്ക്ക് നല്ല പുള്ളിയില്? ഓക്കെ. എൻ്റെ അമ്മയുടെ പേര് കാമാക്ഷിക്കുട്ടിയമ്മ അമ്പലപ്പറമ്പിൽ. നിങ്ങളെല്ലാവരും വന്ന് എന്നെ അമ്മയുടെ NSSൻ്റെ എല്ലാവരും വന്ന് എന്നെ അമ്മയെ കണ്ടതിലും എന്താ പറയുക ആദരിച്ചതിലും അനുഗ്രഹം കിട്ടിയത് വളരെ സന്തോഷം. അമ്മയ്ക്കിപ്പോൾ എത്ര വയസ്സായി ഉണ്ടാവും? അമ്മയ്ക്കിപ്പോൾ 96ലേക്കായി. അതെ അതെ. എത്ര ആളാണ് മക്കള് അമ്മയ്ക്ക്? അമ്മയ്ക്ക് 6 പേര്, 4 ആണും 2 പെണ്ണും. 6 പേര് മക്കള്. അതെ. എല്ലാവരും ഇപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ അടുത്തടുത്ത് തന്നെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. ഇപ്പോൾ ജോലിയൊന്നുമില്ല, റിട്ടയർഡ് ആയില്ല. കഥകളൊക്കെ മുത്തശ്ശിയുടെ ചെറുപ്പകാലത്തെ കഥകളൊക്കെ പറഞ്ഞു തരുമോ? പറഞ്ഞുതരാറുണ്ട്. അച്ഛനും വലിയച്ഛന്മാരൊക്കെ ചെയ്ത കഥകളൊക്കെ പറഞ്ഞുതരാറുണ്ട്. ആ, പഴയ കാലത്ത് കുട്ടികൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് പറഞ്ഞു തരാറുണ്ടോ? ചേച്ചിക്ക് എപ്പോഴും കണ്ടിട്ട് ചെയ്യുന്നറിയണേ. ശ്രീമതി നാരായണിക്കുട്ടിയമ്മ ഗായത്രി വീട്ടിലെയാണ്. എലപ്പുള്ളിയിലെ പ്രശസ്തനായിട്ടുള്ള മാണിക്യത്ത് തറവാട്ടിലെ ശങ്കുണ്ണി മേനോൻ എന്ന അവരുടെ സഹധർമ്മിണിയാണ്. അദ്ദേഹം ഡയറക്ടർ ഓഫ് പഞ്ചായത്തായിരുന്നു. അദ്ദേഹം അനവധി ആളുകൾക്ക് എലപ്പുള്ളിയിൽ നിന്ന് പഞ്ചായത്തിൽ ജോലി ലഭിക്കാൻ സഹായിച്ച ആളാണ്. എലപ്പുള്ളി എന്നുള്ള ഗ്രാമം വൺ ഓഫ് ദ ഫസ്റ്റ് ഇലക്ട്രിഫൈഡ് വില്ലേജ് ആക്കിയിട്ടുള്ള അതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ആളാണ്. അതേമാതിരി ഇന്ന് കാണുന്ന റോഡുകൾ കാര്യങ്ങളുടെയൊക്കെ ആദ്യം തുടക്കം കുറിച്ചിട്ടുള്ളത് തന്നെ അദ്ദേഹത്തിൻ്റെ കാലത്താണ്. ഒരുപാട് സേവനങ്ങൾ എലപ്പുള്ളി എന്ന ഈ കൊച്ചു ഗ്രാമത്തിന് വേണ്ടി ചെയ്ത ആളുടെ സഹധർമ്മിണിയാണ് ശ്രീമതി നാരായണിക്കുട്ടിയമ്മ. അവരുടെ പിന്നെ മരുമകനാണ് ഡോക്ടർ KDK നമ്പ്യാർ. എലപ്പുള്ളിയിലെ പിന്നെ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ അദ്ദേഹം സേവനം അനുഷ്ഠിച്ചിട്ട് സുസ്ഥിരമായ സേവനം, സാധുക്കൾക്ക് വളരെ
ഹെൽപ്ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലെ മകള് ലത ചേച്ചി, പിന്നെ മരുമകൾ ഗീത ചേച്ചി എല്ലാവരും അവരോടൊപ്പം താമസിക്കുന്നു. അവരുടെ അനുഗ്രഹം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയല്ലോ. ഞാൻ 5 വർഷത്തെ പേരുടെ ഇന്ന് കടം പഠിച്ചുകൊണ്ട് പോയതാ. ഞാൻ ഉദംപൂരാണ് കാശ്മീരിൽ. അപ്പോൾ പണം കൊടുക്കാറുണ്ട്. 5 വർഷത്തിലും മറ്റേ സ്ട്രിക്റ്റാണല്ലോ പണം കൊടുക്കാൻ വേണ്ടി. ഓർമ്മ വെച്ചിരിക്കുമല്ലോ അല്ലേ? 3-4 ബുക്ക് ഡയറി കംപ്ലീറ്റ് ആയി എഴുതി ഓരോരുത്തരെ പറ്റിയുള്ള കാര്യങ്ങള്, കഥകള്, കുറെ പഴയ മെമ്മറീസും ഒക്കെ എഴുതും. അപ്പൊ നിങ്ങൾ അതുപോലെ എഴുതൂ. ഞാന് അമ്മന്നൂർ വീട്ടിലെ സുലേഖയുടെ ചേച്ചി. ശ്രീനാരായണ ഗുരു മകന്റെ ഇല്ല ഇവിടെ തന്നെ എന്റെ വീട് വണ്ടിത്താവളം. അല്ല, സിംഗിൾ മാൻ്റെ ഒരു മരുമകള് നമ്മുടെ വീട്ടിൽ സ്വന്തം ഉണ്ടല്ലോ. ഗീതയുടെ സ്വന്തം ഒരു സിംഗിൾ മാൻ്റെ. അല്ല, അത് രാജപേട്ടനാണ്. രാജപേട്ട മകളാണ് മുണ്ടൂരുള്ളത്. സിംഗിൾ മാനിൽ ഒരു മരുമകള് നമ്മുടെ ഗീതയുടെ സ്വന്തം. മിലിറ്ററി ജീവിതത്തിലെ അനുഭവങ്ങളൊന്ന് പറയോ? ഏത് വർഷത്തിലാണ് മിലിറ്ററിയിൽ കയറിയത്? ഞാൻ നഴ്സിങ്ങിന് പോയ ഉടനെ പാസ്സായ ഉടനെ എന്നെ പൊള്ളാച്ചിയിൽ പോസ്റ്റ് ചെയ്തു. 49 ഞാൻ ആർമി ചേർന്നതാണ്. 49 ആർമിയിൽ ചേർന്നു നേഴ്സായിട്ട്. 49 August 22 when I was 22 I think at that time ചേർന്നതാണ്. റിട്ടയർ ആയി 86 June 30th. അത് ഏത് റാങ്കിൽ റിട്ടയർഡ് ആയേ? മേജർ ജനറലായിട്ടാണ് റിട്ടയർഡ് ആയത്. അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, ഗാനി ചേഴ്സിന്റെ ഒക്കെ. വിശിഷ്ട സേവാ മെഡൽ അല്ലേ? ആ കാലത്ത് വല്ല യുദ്ധങ്ങളുണ്ടായിട്ടുണ്ടോ? യുദ്ധങ്ങളോ വലുതും ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കാം. യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഞാൻ ആർമി ഹെഡ്ക്വാർട്ടേഴ്സിൽ വർക്ക് ചെയ്യാം. ഞാൻ അവിടുന്ന് ഞങ്ങളുടെ നഴ്സിംഗ് ഓഫീസേഴ്സിനെ ജമ്മു കാശ്മീരിലേക്ക് പോസ്റ്റ് ചെയ്തു. അന്ന് പാകിസ്ഥാൻകാർ ജമ്മുവിൻ്റെ ഇവിടെ അറ്റാക്ക് ചെയ്തു ശ്രീനഗറിൽ. അപ്പോൾ ഞാൻ അന്ന് ആർമി ഹെഡ്ക്വാർട്ടേഴ്സായിരുന്നു. അപ്പോൾ കുറേ സോൾജേഴ്സിനൊക്കെ ട്രീറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായി, ട്രീറ്റ്മെൻറ്റ് നടത്താൻ അല്ലേ? MNSന്റെ DG ആയിരുന്നു, ഡയറക്ടർ ജനറൽ മിലിറ്ററി നഴ്സിംഗ് സർവീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ. അതാ പറഞ്ഞത്. ഒത്തിരി അവാർഡുകളും അംഗീകാരങ്ങളും കിട്ടിയിട്ടുണ്ട് അല്ലേ? എന്താ അവാർഡ് കിട്ടേണ്ട ആവശ്യം? അത് ഓട്ടോമാറ്റിക്കാണ്.
സുഭാഷ് നമുക്കുള്ള തൃപ്തി സർവീസ് ഇതാണോ? ഉണ്ടാവില്ല നമുക്ക് നമ്മൾ ശരിക്കും ഡ്യൂട്ടി ചെയ്തു റിട്ടയറായി വന്നു. നമ്മൾ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു. തീർച്ചയായിട്ടും ഇവിടുത്തെ ആർക്കെങ്കിലും ഇത്ര മനസ്സിലായി. 86 റിട്ടയറായിട്ട് ഇപ്പൊ ആഗസ്റ്റ് 24 എത്ര കൊല്ലമായി നോക്കൂ. രാഷ്ട്രം അന്ന് ആദരിച്ചാണ് നമ്മൾ ഇന്ന് ആദരിക്കുന്നത്. ഇത്ര കൊല്ലം. എന്താ നിങ്ങൾ തിരിച്ച് പോയിട്ട് വരാൻ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? എനിക്കറിയില്ല നിങ്ങൾക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം. മനസ്സിലായി. ഇപ്പൊ നമ്മൾ കാണുന്നത് മനസ്സിലൊന്ന് വെളിയിലൊന്ന്. ഏറ്റവും സത്യസന്ധമായിട്ടൊരു കാര്യമാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞ സ്വാതന്ത്ര്യം ഇല്ല എന്നാണ് പറയണത് അല്ലേ? വെളിയത്ത് വീട് മന്നത്ത് മഹിമ എലപ്പുഴ. ഇത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? വേറെ ഒന്നുമില്ല. ഞാനപ്പാണ് നേരം വരെ എഴുതിയിട്ടുണ്ട്. മാണിക്കത്ത് മുഴുവൻ അറിയും. എന്നിട്ട് പറയുകയും ചെയ്യും. അവർ ഇന്നൂർ വന്നിട്ട് പോയി. ഞാൻ പോയി എൻ്റെ പേര് ഉടനെ പറയും. അവർക്ക് ഓർമ്മയില്ല. പക്ഷേ വർത്തമാനം പറയും. ശരി വരുമെന്നോ ശരി. അപ്പൊ നമുക്ക് കിട്ടില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസിന് ഒരു മാർക്ക് സർട്ടിഫിക്കറ്റ് അതുകൊണ്ട് പിന്നെ ഈ വിദ്യാഭ്യാസം തത്തമംഗലത്തായിരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ആർമിയിൽ ചേർന്നു. അതിനുശേഷം ഒരു 5 കൊല്ലം കഴിഞ്ഞ് അത് വിട്ട് വന്ന് ഇവിടെ എലപ്പുള്ളി കോഓപ്പറേറ്റീവ് ബാങ്കിൽ കാഷ്യറായിട്ട് വർക്ക് ചെയ്തു. അവിടുന്ന് റിട്ടയർ ചെയ്തു. ഇപ്പോൾ സ്വസ്ഥമാണ്. 94 കഴിഞ്ഞ് 95 നടന്നുകൊണ്ടിരിക്കുന്നു. മക്കള്, മരുമക്കള്, പേരക്കുട്ടികള്? പിന്നെ അതൊക്കെ 3 ഒരാണം 2 പെണ്ണും. ആണിന് കല്യാണം കഴിഞ്ഞിട്ടില്ല. മൂത്ത മകൾ കല്യാണം കഴിഞ്ഞു. 2 ആൺകുട്ടികളാണ്. മിലിറ്ററി ജീവിതം ഒന്ന് പറയാമോ? ആർമിയിലത്തെ ജീവിതങ്ങള്? ആർമി ജീവിതം പറയാൻ കുറച്ച് അത് കൂടുതൽ പറയാനുള്ളതാണ്. ആ ഒരു വീട്ടിലെ അസൗകര്യം കൊണ്ട് 5 കൊല്ലം കഴിഞ്ഞ് റിസർവിൽ വന്നതാണ്. റിസർവിൽ വന്നു പറഞ്ഞാൽ എൻ്റെ പീരീഡ് 20 കൊല്ലമാണ്. അതിൻ്റെ ഇടയിൽ വല്ലതും സംഭവിച്ചാൽ ഞാൻ പോകണം, അറ്റൻഡ് ചെയ്യണം. അത് തന്നെ അതുപോലെ സംഭവിച്ചു. 62, 65, 71 ഒരു എമർജൻസിക്ക് വിളിച്ചു. ഞാൻ പോയി. അങ്ങനെ സർവീസ് മുഴുവനാക്കി. അങ്ങനെ പെൻഷൻ കിട്ടുന്നുണ്ട്. വീണ്ടും തിരിച്ചു പോയിട്ട് എത്ര കാലം അവിടെ ജോലി ചെയ്തു? എത്ര കൊല്ലം? അത് കുറച്ചേ ഉള്ളൂ. ആദ്യത്തെ ഒരു 11 മാസം 62-ല്, പിന്നൊക്കെ 3-4 മാസം യുദ്ധത്തിന്റെ സമയത്ത് അല്ലേ? യുദ്ധത്തിന്റെ സമയത്ത് എമർജൻസിക്ക് വിളിച്ചാണ്. എമർജൻസി കോൾ. കൊല്ലം കഴിഞ്ഞു. 61 കൊല്ലം സർവീസ്. വളരെ ഞങ്ങളുടെ ദോസ്താണ്. അവിടെ അമർത്തി
അവസരങ്ങളൊക്കെ കിട്ടിയ മഹത് വ്യക്തികളാണ്. അപ്പൊ നിങ്ങളുടെ അനുഗ്രഹവും നിങ്ങളായിട്ട് അനുഗ്രഹം അപ്പൊ നിങ്ങൾ രണ്ട് നല്ല വാക്കുകൾ. ഞങ്ങളിങ്ങനെ പുതിയൊരു NSS ഫോം ചെയ്തിട്ടുണ്ട്. ചേച്ചി അമ്മ NSS ഫോം ചെയ്തിട്ടുണ്ട്, നായർ സർവീസ് സൊസൈറ്റി. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ. അപ്പൊ ജയനാണ് അതിന്റെ പ്രസിഡന്റ്, ലഘുറാം സെക്രട്ടറി. നമ്മളൊക്കെ ഇതിന്റെ മെമ്പേഴ്സാണ്. ഈ കുട്ടികളൊക്കെ നമ്മുടെ അംഗങ്ങളാണ്. ഇവര് മലവഴി വീട്ടിലാണ്. മലവഴി നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള. അല്ല, തറവാടും ഒക്കെ ഒന്ന് പറയാവോ? തറവാട് മനവഴി തറവാട്, ഞങ്ങളുടെ വലിയ തറവാട്, നാലുകെട്ട് തറവാട്. അതാണ് അതിലാണ് ഞങ്ങളുടെ പൂർവികം. എത്ര വയസ്സായി ഇപ്പം അമ്മയ്ക്ക്? 91 കഴിഞ്ഞു. 91 കഴിഞ്ഞു അല്ലേ? എത്ര? 95, 91 കഴിഞ്ഞു. മക്കളൊക്കെ? മക്കള് ഒരാള് ദുബായില്, ഒരാള് കേരശ്ശേരിയില്, ഒരാള് എല്ലാവരും കൂടെ ഇരിക്കുന്നു. കേരളശ്ശേരിയിൽ സുബിയുണ്ട്, മറ്റത് ഒരാള് ലണ്ടനിലാണ്. ഇപ്പം നമ്മൾ കർക്കിടക മാസം കഴിഞ്ഞില്ലേ, രാമായണ മാസം? പഴയ കാലത്തെ രാമായണ മാസത്തെ എല്ലാം വായിച്ചു. രാവിലെ ആദ്യം 1-ാം തീയതി നോക്കിയിട്ട് എല്ലാം വായിച്ചു സഹിക്കില്ല. ഇപ്പൊ ഞാൻ പിന്നെ എന്താ അന്നൊരു ഗുണം ചെയ്ത് വെച്ചാൽ കുറച്ചൊക്കെ പഠിച്ചു വെച്ചു കാണപ്പാടം. അത് സന്ധ്യക്ക് ചെല്ലും ഇരുന്നിട്ട്. രണ്ടുപേര് ചൊല്ലാൻ പറ്റുമോ? രാമായണത്തിന്റെ ഓ പറയാ. അച്ഛൻ നിനക്കിന്നു ശ്രീരാമചന്ദ്രൻ, അച്ഛോമരം സീതമാതാവ് നാൻകേ, ഇച്ഛിച്ച കാന്താരമിന്നിങ്ങയോധ്യ, കൽപ്പിച്ചു പോയി ശ്രീരാമ രാമ. രാമൻ വനത്തിലേക്ക് പോകുമ്പോൾ ഒരുപാട് അമ്മ സങ്കടപ്പെടുമ്പോൾ ഇപ്പോൾ ചൊല്ലിക്കൊടുക്കുന്നതാണ്. അച്ഛൻ നിനക്കിന്നു ശ്രീരാമചന്ദ്രൻ. രാമനെ അച്ഛനെമാര് വിചാരിക്കണം, സീത അമ്മയുമാര് വിചാരിക്കണം. അങ്ങനെ ഇപ്പം പാടിക്കൊടുക്കുന്നതാണ്. അച്ഛൻ നിനക്കിന്നു ശ്രീരാമചന്ദ്രൻ, അച്ചോവരാം സീതമാതാവ് താൻ കേൾ, ഇച്ഛിച്ച കാന്താരമിന്നിങ്ങയോധ്യ, കൽപ്പിച്ചു പോയി കൊള്ളുക ശ്രീരാമ രാമ. അപ്പോൾ കുറച്ചൊക്കെ കാണാപ്പാടം പഠിച്ചു. അത് ബാക്കിയൊക്കെ മുമ്പ് ബുക്ക് അമ്മായിനെ 3-ാം തീയതി തൊട്ടിട്ട് 30-ാം തീയതി ആകുമ്പോഴേക്കും വായിച്ച് തീർക്കും. ഇപ്പം അതിന് വയ്യ. ഇവിടെ ആരൊക്കെ ഉണ്ട് ഇപ്പോൾ? ഇവിടെ ഞാൻ, മകള്, പേരക്കുട്ടികളൊക്കെ ഇപ്പോൾ എവിടെയാണ്? ഒരാള് സുന്ദര മകൻ ലണ്ടനിലാണ്. പിന്നെ സുധി ഇപ്പോൾ ദുബായിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ വരും. പേരക്കുട്ടികളുടെ പേരക്കുട്ടികളുടെ കല്യാണം കഴിഞ്ഞു? അജിന് കഴിഞ്ഞല്ലോ. 4 തലമുറയായി. 4 തലമുറയിലെ മക്കളെ കണ്ടു അല്ലേ? ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ബാങ്കിൽ വന്നപ്പോ. ബാങ്കിലെ സ്റ്റാഫ് മൊമെന്റോ കൊടുക്കണം അമ്മയ്ക്ക്. ഒരു മൊമെന്റോ ആണ്. താങ്ക് യു. അങ്ങനെ പിടിച്ചോ. എനിക്ക് എല്ലാവർക്കും ഞാനപ്പാന ബുക്ക് തന്നുണ്ട്. ആനന്ദേട്ടന്റെ ഒരു റിലേഷൻ, മോഹനേട്ടനൊക്കെ പറയും. എന്തോ ഒരു റിലേഷൻ. ചേച്ചിയുടെ ഞാൻ